ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റയൽ മാഡ്രിഡ് ഇന്നലെ ബെൻഫിക്കയെ പരാജയപ്പെടുത്തിയത്. വിനീഷ്യസ് ജൂനിയറാണ് ഗോൾ നേടിയത്. ഒരു തകർപ്പൻ ഗോൾ തന്നെയാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. പക്ഷെ അതിനുശേഷം വലിയ വിവാദങ്ങൾ അരങ്ങേറി. അതായത് വിനീഷ്യസ് ജൂനിയറെ അർജന്റീൻ താരമായ ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി കുരങ്ങൻ എന്ന് വിളിച്ചുകൊണ്ട് വംശീയമായി അധിക്ഷേപിക്കുകയായിരുന്നു. ഇത് വലിയ വിവാദമായിട്ടുണ്ട്. മത്സരത്തിനിടയിൽ ഓട്ടമെന്റിയും വിനീഷ്യസ് ജൂനിയറും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഓട്ടമെന്റി ചെയ്ത ഒരു കാര്യം എന്തെന്നാൽ തൻ്റെ വേൾഡ് കപ്പ് കാണിച്ചു എന്നുള്ളതാണ്. അതായത് ഓട്ടമെന്റി തൻ്റെ ശരീരത്തിൽ വേൾഡ് കപ്പും കോപ്പ അമേരിക്ക കിരീടങ്ങളും ഒക്കെ ടാറ്റു ചെയ്തിട്ടുണ്ട്. അത് ജേഴ്സി പൊക്കിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയറെ കാണിക്കുകയാണ് ഇപ്പോൾ ഓട്ടമെന്റി ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ വിമർശനങ്ങളാണ് ഉയരുന്നത്. അതായത് എന്ത് പറഞ്ഞാലും വേൾഡ് കപ്പ് കാണിക്കുന്ന ഈ ഒരു പ്രവണത അത് ശരിയല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അർജന്റീൻ താരങ്ങളിൽ പലരും എതിരാളികൾക്ക് മറുപടി ആയിക്കൊണ്ട് നൽകാറുള്ളത് ഈ ഒരു വേൾഡ് കപ്പ് കാണിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ വേൾഡ് കപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഡച്ച് ഇതിഹാസമായ വെസ്ലി സ്നെയ്ഡർ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഓട്ടമെന്റിക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് കുട്ടികൾ ചെയ്യുന്ന പണിയാണ് ഓട്ടമെന്റി ചെയ്തത്, അദ്ദേഹത്തിന്റെ തലക്ക് വല്ല പ്രശ്നവും ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഓട്ടമെന്റിയോട് വെസ്ലി സ്നെയ്ഡർ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓട്ടമെന്റ് ചെയ്തത് പിള്ളേര് കാണിക്കുന്ന പണിയാണ്, അദ്ദേഹത്തിന്റെ തലക്ക് വല്ല പ്രശ്നവും ഉണ്ടോ? അദ്ദേഹത്തിന്റെ ടീം ഒരു ഗോളിന് തോറ്റു നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനാണ് വിനിയെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി നൽകുമായിരുന്നു. മെസ്സിയാണ് വേൾഡ് കപ്പ് നേടിയത്, നീ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഓട്ടമെന്റിയോട് പറയുമായിരുന്നു. ഒരു റയൽ മാഡ്രിഡ് താരത്തോട് റയലിനെതിരെ കളിക്കുമ്പോൾ വേൾഡ് കപ്പ് കാണിക്കേണ്ട ആവശ്യം എന്താണ്? വിനി നേടിയ ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളുടെ എണ്ണം അവന് അറിയാമോ? ഒരുപാട് ട്രോഫികൾ നേടിയ വിനിക്കാണോ ട്രോഫികളുടെ എണ്ണം കാണിച്ചു നൽകുന്നത്? വിനീഷ്യസും കുറെ നേടിയിട്ടുണ്ട്. ഇതാണ് വെസ്ലി സ്നെയ്ഡർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓട്ടമെന്റിയുടെ ആ ഒരു പ്രവൃത്തിയോട് അദ്ദേഹം ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഏകപക്ഷീയമായ ഒരു ഗോളിന് ബെൻഫിക്ക സ്വന്തം മൈതാനത്ത് പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ സാന്റിയാഗോ ബെർണാബുവിൽ നടക്കുന്ന മത്സരം അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.